ഹലോ ഗായ്സ്, ഞാൻ ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ നേഹ ദുബിയ അവരുടെ സോഷ്യൽ മീഡിയയിലിട്ട ഒരു 21 ഡേയ്സ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ചലഞ്ച് അത് ആരെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഒത്തിരി പേര് റെസിപ്പി ഷെയർ ചെയ്യുമെന്നാണ് എനിക്ക് മെസ്സേജസ് വന്നത്. അപ്പോൾ ഞാൻ റെസിപ്പീസ് ആക്ച്വലി വെർബലി പറഞ്ഞു തരുകയാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ കീപ് വാച്ചിങ്. അപ്പോൾ ഫസ്റ്റ് തിങ് ഇത് നൈജില സീഡ്സ് എന്ന് പറയുന്ന ഒരു കറുത്തത് ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ ഒരു സീഡ്സ് വാങ്ങിക്കാൻ കിട്ടും. അത് ഞാനൊരു കുറച്ച് ഇന്നത്തേക്ക് ഇപ്പോൾ ലൈക്ക് മീ അല്ലെങ്കിൽ ഞാൻ സൂര്യചേട്ടൻ രണ്ടുപേർക്ക്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ പെപ്പർ. ഞാനിപ്പോൾ ഇവിടെ ഒരെണ്ണം കൂടി ഉണ്ടായല്ലോ, യെസ് അതന്നെ 2 പെപ്പർ. ഇതെല്ലാം നന്നായി ഒന്ന് ഇടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത കാണിച്ചു തരാം. വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പം തിളപ്പിച്ച് വെച്ചോളൂ. എന്നിട്ട് ഞാൻ ഇത് ഇങ്ങനൊരു രീതിയിൽ ഇടിച്ചിട്ട് പിന്നെ ഒരിത്തിരി മഞ്ഞൾ. ഇത് ഫ്രഷ്, ഇത് നമ്മളൊരു ചേച്ചി വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച് തന്ന ട്യൂമറിക് പൊടിയാണ്. അല്ലെങ്കിൽ ഞങ്ങൾ ഫ്രഷായിട്ട് കടയിൽ വാങ്ങിക്കാൻ കഴിയില്ലേ, അത് എടുത്ത് ഈ ഇഞ്ചിയുടെ കൂടെ ചെറിയ പീസ് ഇങ്ങനെ എന്നിട്ട് നല്ല തിളച്ച വെള്ളം ഇങ്ങനെ ഒരു ഗ്ലാസ് നിങ്ങൾക്ക് കുടിക്കേണ്ട രീതിയിൽ അങ്ങനെ ഒഴിച്ച് ഒന്ന് കലക്കി, തിളപ്പിക്കുന്ന വേണ്ട, ഒന്ന് മാറ്റി വയ്ക്കാം. ഞാനിത് ഇവിടെ വെച്ചേക്കാം കുറച്ച് നേരം. ഇനി നൈജില സീഡ്സ് സിംഗപ്പൂരാണെങ്കിൽ നിങ്ങൾക്ക് മുസ്തഫയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. നാട്ടിൽ പിന്നെ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കിട്ടുമായിരിക്കും. ഒന്നുമില്ലെങ്കിൽ ആമസോൺ ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഈ സാധനം മുസ്തഫയിലുണ്ട് കേട്ടോ. ഇത് വേറൊരു സംഭവം ഐ വിൽ ഷെയർ അനദർ ടിപ്പ്. നിങ്ങൾക്ക് ഇപ്പോൾ ചെറുതായിട്ട് ഗ്യാസ് പോലെ ഒരു വയറിനൊരു രാവിലെ എണീറ്റ് കഴിയുമ്പോൾ നമ്മൾ ചിലപ്പോൾ തലേ ദിവസത്തെ ഫുഡ് അത്ര ഇതായില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗ്യാസ് പോലെ തുടങ്ങാൻ പോകണോ, അങ്ങനെ എന്തെങ്കിലും ഒരു ഡിസ്കംഫർട്ട് പോലെ തോന്നുകയാണെങ്കിൽ ഇതേമാതിരി എന്തെങ്കിലും ഒന്നിൽ ഇടിച്ച് കുറച്ച് ഹണി ഒഴിച്ച് ഒരു കുറച്ച് നേരം വെച്ചിട്ട് അതങ്ങനെ കഴിക്കുക. ശരിക്കും ആ ഡിസ്കംഫർട്ടൊക്കെ പോകും. അടിപൊളിയാണ്. ഞാൻ ട്രൈ ചെയ്യുന്നൊരു സാധനമാണ്. ദാറ്റ് ഈസ് ഓൾസോ നൈസ്. സോ ഇത് വാങ്ങിച്ച് വെക്കുന്നത് നല്ലതാണ്, ദിസ് സീഡ്. ഓക്കെ, ഇത് ചെറുതായി ഒന്ന് തിളച്ച ചൂടൊന്ന് ചെറുതായി മാറിക്കഴിഞ്ഞിട്ട് ഇത് ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇതിപ്പോൾ കോക്കനട്ട് ഓയിൽ, എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിൽ 1 സ്പൂണ്. ഇത്രയിടും. ഗീ NCT ഓയിൽ എന്ന് പറയുന്ന ഒരു ഓയിൽ യൂസ് ചെയ്യാനാണ് പറയുന്നത്. സോ ഇറ്റ്സ് നാച്ചുറൽ സബ്സ്റ്റിറ്റ്യൂട്ട്സ് വീഡിയോയിൽ പറയുന്നത് എക്സ്ട്രാ വെർജിൻ ഓയിൽ, കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ ഗീ ആണ് ഞാൻ ഇത്ര നാൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ ഗീ തീർന്നു പോയി, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കോക്കനട്ട് ഓയിലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇനി ഇത് ചൂടോട് കൂടി കുടിക്കാം. ഞാൻ എംപ്റ്റി സ്റ്റൊമക്ക് കുടിക്കാറില്ല. വാട്ട് ഐ ഡു ഇസ് ഞാൻ ആദ്യം 1-2 ഗ്ലാസ് വെള്ളം കുടിക്കും. അത് കഴിഞ്ഞിട്ട് ആണ് ഇതൊക്കെ ഉണ്ടാക്കി പതിയെ കുടിക്കുന്നത്. ബട്ട് ഫുഡ് കഴിക്കണതിന് മുന്നേ ഫുഡൊന്നും കഴിക്കത്തില്ല. വെള്ളം കുടിച്ച് കഴിഞ്ഞിട്ട് പതിയെ ഇതിങ്ങനെ സിപ്പ് ചെയ്ത് കുടിക്കും. ഞാനിത് അരിച്ചല്ല എടുക്കാറ്. ഞാനിങ്ങനെ കലക്കി ഇത് ഫുള്ള് എൻ്റെ അകത്ത് പോകുന്ന പോലെ ഞാൻ എടുക്കും. വേണമെങ്കിൽ നിങ്ങൾക്ക് അരിച്ചും കുടിക്കാം കേട്ടോ. പക്ഷെ ഞാനിത് ഒന്നും വേസ്റ്റ് ചെയ്യാണ്ട് എൻ്റെ സ്റ്റൊമക്കിൽ പോകാനാണ് എൻ്റെ ആഗ്രഹം. ഞാനപ്പോൾ ഇത് ഫുൾ കുടിക്കും. ഇതാണ് ആ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രിങ്ക്. ഞാനിത് കുറച്ച് ഒരു 2 ആഴ്ചയൊക്കെ കണ്ടിന്യൂസ് ചെയ്തപ്പം എനിക്ക് വ്യത്യാസം തോന്നി. നമ്മുടെ ഒരു ഡീഫോൾട്ട് ബ്ലോട്ടഡ് ഫീലിംഗ് ഉണ്ടാവില്ലേ ചില സമയത്ത്, അത് ആക്ച്വലി അങ്ങനെ പോയി. അതാണ് എനിക്കൊരു വ്യത്യാസം. ഇനി ഇൻഫ്ലമേഷൻസ് ആണ് എനിക്ക് അറിയില്ല. പിന്നെ നമ്മുടെ ബോഡിക്ക് അകത്ത് വല്ലതൊക്കെ ഉണ്ടെങ്കിൽ അത് പോകുന്നുണ്ടോ ഇല്ലയോ, ഐ എം നോട്ട് വെരി ഷുവർ. പിന്നെ സൈനസ് അറ്റാക്കും അങ്ങനെ കുറഞ്ഞായിരുന്നു. സോ ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ രാവിലെ ധൃതി പിടിച്ച് ഇങ്ങനെ ഇരുന്ന് കുടിക്കാൻ ഈ ചൂട് സാധനം ഇങ്ങനെ പതിയെ കുടിക്കാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ഫ്ലാസ്ക് ഉണ്ടാവുമല്ലോ, എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും. അതിനകത്തേക്ക് നിറച്ച് കൊണ്ടുപോവുക. എന്നിട്ട് ഓഫീസിൽ കൊണ്ടുപോയി പതിയെ ഒരു കപ്പിൽ ഇങ്ങനെ ഒഴിച്ച് കുടിക്കുക. പിന്നെയും കുടിക്കുക.
തിരുത്തി തണുപ്പിച്ച് കളയുന്നു. ഓക്കെ, എൻ്റെ ഭർത്താവ് അതാണ് ചെയ്യാറ്, തണുപ്പിച്ച് കളയും. അപ്പം ശരി, ട്രൈ ചെയ്യൂ.